എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തംബ്നെയിലിൽ കണ്ടതുപോലെ നമ്മുടെ ഡിഷ് വാഷർ റിലേറ്റഡ് ഒരു വീഡിയോ ആണ്. ഡിഷ് വാഷർ എങ്ങനെ എപ്പം യൂസ് ചെയ്യണം, അതുപോലെ ഡിഷ് വാഷറിന്റെ ക്ലീനിങ്, അതുപോലെ ക്ലീൻ ആയിട്ട് ഓർഡർലെസ് ആയിട്ട് എങ്ങനെ കീപ്പ് ചെയ്യാം എന്നൊക്കെയുള്ള എനിക്കറിയാവുന്ന ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റോ കുറ്റമോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിലൂടെ ഉറപ്പായിട്ടും എനിക്ക് കറക്റ്റ് ചെയ്ത് തരിക, പറഞ്ഞു തരിക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഞാൻ എൻ്റെ ഒരു ലോണ്ടറി റുട്ടീനും അതുപോലെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഡ്രയറൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ക്ലീൻ ആക്കി കീപ്പ് ചെയ്യാമെന്നും ഒക്കെ ഉള്ളതിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നൊരു കമൻറ്റാണ്, ചേച്ചി ഡിഷ് വാഷറിനെ കുറിച്ചും കൂടി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നാട്ടിലൊന്നും ഞാൻ ഒരിക്കലും ഡിഷ് വാഷർ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ കാനഡയിൽ വന്നതിന് ശേഷം നമ്മുടെ വീടുകളിൽ ഡിഷ് വാഷർ ആക്സസിബിൾ ആയിട്ടുള്ളത് കൊണ്ട് ഡിഷ് വാഷർ യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. നമുക്ക് ഡിഷ് വാഷറിൽ വെച്ച് വാഷ് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള പാത്രങ്ങളുണ്ട്. എന്നാലും കുറേ വർഷങ്ങൾ ഞാൻ ഇതുപോലെ കൈവച്ച് പാത്രങ്ങൾ കഴുകിയായിരുന്നു യൂസ് ചെയ്യുന്നത്. എൻ്റെ കഴുകിയ പാത്രങ്ങൾ ഉണക്കാനുള്ള ഒരു സ്പേസ് ആയിട്ടായിരുന്നു ഞാൻ ഡിഷ് വാഷർ യൂസ് ചെയ്യുന്നത്. അന്നേരം നമ്മുടെ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട് ഷാമിലി ഒക്കെ പറയുമായിരുന്നു, എൻ്റെ കുട്ടി ഇതൊന്ന് യൂസ് ചെയ്ത് തുടങ്ങ്, അപ്പം നമുക്കതിൻ്റെ യൂസ് മനസ്സിലാകും എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് ശരിക്കും ഇത് ഒരുപാട് വാട്ടർ ആൻഡ് ടൈം സേവിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ പോലെ ഇപ്പോഴും ഡിഷ് വാഷർ കഴുകിയ പാത്രങ്ങൾ ഉണക്കാൻ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ, നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഓരോ പാത്രങ്ങളായിട്ട് ഇങ്ങനെ എടുത്ത് സോപ്പ് പുരട്ടി കഴുകി എടുക്കുന്നത് ഒരുപാട് സമയവും അതുപോലെ വെള്ളമാണെങ്കിലും സോപ്പാണെങ്കിലും ഒക്കെ എക്സ്ട്രാ പോകുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷെ ഡിഷ് വാഷർ ഉണ്ടെങ്കിൽ ഡിഷ് വാഷറിൽ നമ്മൾ പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സോപ്പ് ആണെന്നുണ്ടെങ്കിലും ഒരുമിച്ച് എല്ലാ ഡിഷസിലും ഒരുമിച്ച് സോപ്പ് ആവുക, അതുപോലെ വെള്ളമാണെങ്കിലും നല്ല ഫോഴ്സ്ഫുള്ളി പമ്പ് ചെയ്തിട്ട് ഒരുമിച്ചാണ് ഈ പാത്രങ്ങളെല്ലാം കൂടി ക്ലീൻ ആയി വരുന്നത്. അപ്പം നമ്മൾ വെള്ളം സേവ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ കഴിവതും നമ്മുടെ ഡിഷ് വാഷർ ഫുൾ ലോഡ് ആയതിനു ശേഷം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു ഹാഫ് ഫുൾ ആയിട്ടുള്ള ഒരു ഡിഷ് വാഷർ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുമ്പം അതിൻ്റെ ഹാഫ് ഭാഗത്തുള്ള വെള്ളം വേസ്റ്റ് ആയിട്ട് പോവാണ്. അപ്പം നമ്മൾ എപ്പോഴും ഫുൾ ലോഡ് ആയതിനു ശേഷം നമ്മുടെ ഡിഷ് വാഷർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഒരുമിച്ച് എല്ലാ പാത്രങ്ങളും കൂടി ഒരുമിച്ചല്ലല്ലോ നമ്മുടെ ഡിഷ് വാഷറിൽ വെക്കുന്നത്. ഓരോ സമയത്തും നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ നമ്മുടെ ഡിഷ് വാഷറിലോട്ട് ലോഡ് ചെയ്ത് പോവുക ചെയ്യുന്നത്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ഓൺ ആക്കുന്ന സമയം കൊണ്ട് ആദ്യം വെച്ച പാത്രങ്ങളൊക്കെ ഉണങ്ങി ഇരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ പല സമയത്ത് പല ഫുഡ് എടുത്ത പാത്രങ്ങൾ വെക്കുമ്പോൾ അതിനകത്ത് ഈ ഗാർബേജ് ബിന്നിനകത്തു നിന്ന് വരുന്ന പോലെ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒക്കെ വരാനുള്ള ഒരു ചാൻസും കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിവതും നമ്മൾ ഡിഷ് വാഷറിനകത്ത് വെക്കുന്ന പാത്രങ്ങൾ ഒന്ന് റിൻസ് ചെയ്തിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. റിൻസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളത് വാഷ് ചെയ്തിട്ട് വെക്കുക എന്നുള്ളതല്ല. അതിനകത്ത് ഈ എച്ചിലും കാര്യങ്ങളും, അതായത് ഇപ്പോൾ ചോറ് അല്ലെങ്കിൽ ഇപ്പോൾ കറിവേപ്പില, നമ്മുടെ ഗാർബേജ് ക്യാനിലോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെക്കുക. അതായത് ഓയിലും കാര്യങ്ങളും എല്ലാം മാറ്റണം എന്നല്ല, നമ്മുടെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഗാർബേജ് ക്യാനിനകത്തോട്ടൊന്ന് മാറ്റിയിട്ട് നമ്മൾ വേസ്റ്റ് ഒന്നും ഇല്ലാണ്ട് പാത്രങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് നമ്മൾ ഓരോ പാത്രങ്ങളായിട്ട് എടുത്ത് റിൻസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ഡിഷ് വാഷറിൽ വെക്കേണ്ട പാത്രങ്ങളിൽ സിങ്കിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കൈവച്ച് കഴുകേണ്ട പാത്രങ്ങൾ ആദ്യം കഴുകിയെടുക്കും. അപ്പോൾ ആ വെള്ളം വീണിട്ട് തന്നെ നമ്മുടെ ഡിഷ് വാഷറിലോട്ട് വെക്കേണ്ട പാത്രങ്ങളിനകത്ത് അഴുക്കും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ടാവും. പിന്നെ അതങ്ങ് പെറുക്കി നമ്മുടെ ഡിഷ് വാഷറിനകത്തോട്ട് വെച്ചാൽ മതിയല്ലോ. നമ്മൾ സിങ്കിലോട്ട് ഈ പാത്രങ്ങൾ വെക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരിത്തിരി വെള്ളമെങ്കിലും നമ്മൾ കൈയെങ്കിലും അതിൻ്റെ മുകളിലോട്ടൊന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ ഈ പാത്രങ്ങൾ ഉണങ്ങി പിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പം ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തിട്ട് നമ്മുടെ പാത്രങ്ങൾ ഡിഷ് വാഷറിനകത്തോട്ട് വെക്കുക. ഫുൾ ലോഡ് ആകുമ്പോൾ മാത്രം നമ്മുടെ ഡിഷ് വാഷർ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഡിഷ് വാഷറിനകത്തോട്ട് എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് പാത്രങ്ങൾ ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോ ഡിഷ് വാഷറിനും ഓരോ ഡിസൈൻ ആയിരിക്കും. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഡിഷ് വാഷറിനകത്ത് താഴത്തെ റാക്കിൽ ഫുള്ളും പ്ലേറ്റ്സ് വെക്കാൻ പാകത്തിനുള്ള ഒരു ഡിസൈനാണ്. അപ്പം നമ്മൾ റിൻസ് ചെയ്ത പാത്രങ്ങൾ നമ്മുടെ ഡിഷ് വാഷറിനകത്തോട്ട് പെറുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പം ഞാൻ എല്ലാ പാത്രങ്ങളോടും എടുത്ത് സിങ്കിലിട്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വെക്കുകയാണ്. അപ്പം നമ്മൾ ഓരോ പാത്രങ്ങളായിട്ട് ഇതുപോലെ ലോഡ് ചെയ്യുന്ന സമയത്ത് ഓരോ പാത്രങ്ങളുടെ ഇടയ്ക്കുള്ള ആ സ്പേസ് കീപ്പ് ചെയ്യണം. അത് കറക്റ്റ് അതിൻ്റെ ഡിസൈനിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പൊയ്ക്കോളൂ. എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് വെള്ളം ഫോഴ്സ്ഫുള്ളി അതിനകത്തൂടെ കയറി വരുള്ളൂ. അപ്പോൾ ആദ്യത്തെ റാക്കിലുള്ള പാത്രങ്ങളെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ റാക്കിലുള്ള പാത്രങ്ങൾ വെക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്കാൻ നോക്കുക. അതായത് ആദ്യത്തെ റാക്കിൽ വെച്ച പാത്രങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കി ഫേസ് ചെയ്ത് രണ്ടാമത്തെ റാക്കിലെ പാത്രങ്ങൾ വെക്കാൻ നോക്കുക. അങ്ങനെ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ സ്പേസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.
വെള്ളത്തിൻ്റെ ഫ്ലോ കറക്റ്റായിട്ട് കയറി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പാത്രങ്ങൾ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. അത് ഒരേ സൈസ് പാത്രങ്ങൾ വെക്കുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള ചെറിയ പാത്രങ്ങൾ വെക്കുന്ന സമയത്ത് അത് തമ്മിൽ മുട്ടിയിരിക്കാത്തത് കൊണ്ട് പാത്രങ്ങൾ ഒട്ടി ഇങ്ങനെ സ്പേസ് വരാണ്ട് ഇരിക്കുന്ന ചാൻസസ് കുറവായതുകൊണ്ട് വെള്ളം കറക്റ്റായിട്ട് ഫ്ലോ ആയിക്കോളും, നമുക്ക് പാത്രങ്ങൾ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി രണ്ടാമത്തെ കാര്യം, ഒരിക്കലും നമ്മുടെ ഡിഷ് വാഷർ ഓവർലോഡ് ചെയ്യരുത്. പലരും എല്ലാ പാത്രങ്ങളൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനകത്ത് കുറേ സാധനങ്ങളെല്ലാം കൂടി എടുത്ത് വെക്കും, ഒന്നിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് വെക്കുക, അങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് താഴെ ഇരിക്കുന്ന പാത്രങ്ങൾ ക്ലീൻ ആയി കിട്ടില്ല. അപ്പം നമുക്ക് ഡിഷ് വാഷർ എല്ലാം വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതിലൊക്കെ അതിൻ്റെ എന്താ പറയണ്ടേ വേസ്റ്റും അഴുക്കും കാര്യങ്ങളും ഒക്കെ പറ്റിപ്പിടിച്ചിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഫുൾ ലോഡ് ആക്കി വെക്കുക എന്നുള്ളത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഓവർലോഡ് ആക്കാതിരിക്കുക എന്നുള്ളതും. സെറാമിക്, സ്റ്റീൽ, ഗ്ലാസ്, പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് ഇതിനകത്ത് വെച്ച് കഴുകാൻ പറ്റുന്നുണ്ടെങ്കിലും ഏത് പാത്രങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്തും അത് ഡിഷ് വാഷർ സേഫ് ആണോ എന്ന് മേക്ക് ഷുവർ ചെയ്യുക. എസ്പെഷ്യലി പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ ഡിഷ് വാഷർ സേഫ് എന്ന് നോക്കിയിട്ട് യൂസ് ചെയ്യുക. നമ്മുടെ ചായ, കോഫിയൊക്കെ കുടിക്കുന്ന കപ്പ് ഉണ്ടല്ലോ, പലരും ഈ കമ്പികളിൽ ഇങ്ങനെ കൊരുത്തിടുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കൊരുത്തിട്ടിട്ടുണ്ടെങ്കിൽ അതിയായിട്ടുള്ള വെള്ളത്തിന്റെ ഫോഴ്സ് വരുന്ന സമയത്ത് ഇതുപോലെ കിടന്ന് കറങ്ങിയിട്ട് സെറാമിക് ഗ്ലാസിൻ്റെയൊക്കെ അതായത് കപ്പുകളുടെയൊക്കെ അകത്തെ കോട്ടിങ്ങുകൾ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ കമ്പികളെന്ന് പറയുന്നത് ജസ്റ്റ് അതിൻ്റെ ഒരു പാർട്ടീഷനാണ്. നമുക്ക് പാത്രങ്ങൾ സെപ്പറേറ്റ് ആക്കി പ്രോപ്പറായിട്ട് അടുക്കി വെക്കാനുള്ള ഒരു പാർട്ടീഷനാണ്. നമ്മുടെ വെള്ളം ഫോഴ്സ്ഫുള്ളി വരുമ്പം അത് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാർട്ടീഷനാണ്, അത് കൊരുത്തിടാൻ വേണ്ടിയിട്ടല്ല. ഇതിൽ കൊരുത്തിട്ടിട്ട് എൻ്റെ സെറാമിക് പാത്രങ്ങളുടെ അകത്തെയൊക്കെ കോട്ടിങ് പോയിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. എൻ്റെ ഒരുപാട് കപ്പുകൾ ഇതുപോലെ അഴുക്കായി പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം തമ്മിൽ ഭേദമുള്ള 2 എണ്ണം വാണി കളർ പെൻസിൽസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, നമ്മുടെ ആ വൈറ്റ് ഭാഗങ്ങൾ പോയിട്ട് ഡാർക്ക് ഒരു കറുത്ത ഒരു കളറ് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ കമ്പിയിൽ കൊരുത്തിടുന്ന സമയത്ത് ഈ ഗ്ലാസസ് കിടന്ന് കറങ്ങിയിട്ട് ഇതിൻ്റെ സൈഡിൽ കോർണറിലാണെങ്കിലും അകത്താണെങ്കിലും ഒക്കെയുള്ള ആ സെറാമിക് കോട്ടിങ്സ് അങ്ങോട്ട് മാറിയിട്ട് ഒരു ഡാർക്കർ ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കാട്ടിൽ മോശമായിട്ടായിരുന്നു ബാക്കി ഗ്ലാസ്സുകൾ. അപ്പോൾ അത് നമ്മൾ കളഞ്ഞു, യൂസ് ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ കളയേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞത് നമ്മളത് പ്രോപ്പറായിട്ട് ആ പാർട്ടീഷൻ്റെ ഇടയ്ക്ക് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല. ഇത് ആ കമ്പിയിൽ കൊരുത്തിട്ടിട്ട് ആ കമ്പിയിൽ കിടന്ന് കറങ്ങി അത് സ്ക്രാച്ചായി പോയതാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞത്. പൊട്ടി അഴുക്കായി പോവാത്തത് കൊണ്ട് വാണിയുടെ കളർ പെൻസിൽസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 2 ഗ്ലാസ്സസ് ആണ്. ഞാനിതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്തതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡിഷ് വാഷർ ഓവർലോഡ് ചെയ്യാതെ ഓവർലാപ്പ് ചെയ്യാതെ എന്നാൽ ഫുൾ ലോഡായിട്ട് തന്നെ ഒന്ന് ലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പാത്രം കഴുകാനുള്ള ആ ഒരു സോപ്പ് ടാബ്ലറ്റ്സും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഡിഷ് വാഷർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓരോ ഡിഷ് വാഷറിനും ഓരോ ഡിസൈനും ഓരോ സെറ്റിങ്ങും ആയിരിക്കും. അപ്പോൾ വാഷിങ്ങിന് നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള സെറ്റിങ്ങിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സോപ്പ് ടാബ്ലറ്റ്സ് വാങ്ങിക്കുന്നത് കോസ്കോയിൽ നിന്നാണ്. അപ്പം നമുക്ക് വലിയ പാത്രത്തിൽ കുറേ ടാബ്ലറ്റ്സ് കിട്ടും. അതാണ് കുറച്ചുകൂടെ ചീപ്പറായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഡിഷ് വാഷറിൽ വെക്കാൻ പറ്റാത്ത പാത്രങ്ങൾ നോക്കുമ്പം ചില പ്ലാസ്റ്റിക് പാത്രങ്ങൾ, അതുപോലെ ചില ഗ്ലാസ് പാത്രങ്ങൾ, സെറാമിക് പാത്രങ്ങളൊക്കെ ഡിഷ് വാഷർ സേഫ് അല്ല എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ഡിഷ് വാഷറിൽ വെച്ച് വാഷ് ചെയ്യരുത്. അതുപോലെ നമ്മുടെ അലൂമിനിയം പാത്രങ്ങൾ ഒന്നും തന്നെ ഡിഷ് വാഷറിൽ വെച്ച് വാഷ് ചെയ്യരുത്. ക്ലീൻ ആയി കിട്ടുമെന്നുണ്ടെങ്കിലും അതങ്ങ് ഇരുണ്ടുപോകും, അതിൻ്റെ ഈ ഷൈനിങ്ങും കാര്യങ്ങളും ഒക്കെ പോയിട്ട് അതൊരു ഡാർക്കർ ഷെയ്ഡിലോട്ട് പോകും. അതുകൊണ്ട് അലൂമിനിയം പാത്രങ്ങൾ ഞാൻ ഡിഷ് വാഷറിൽ വെച്ച് കഴുകാറില്ല. മൂന്നാമത്തേത് നമ്മുടെ കറിച്ചട്ടി, മൺചട്ടി പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഡിഷ് വാഷറിൽ വെച്ച് കഴുകാറില്ല. ഇനി നമുക്ക് ഡിഷ് വാഷറിൻ്റെ ക്ലീനിങ് നോക്കാം. നമ്മൾ നന്നായിട്ട് പാത്രങ്ങൾ റിൻസ് ചെയ്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങനെ വേസ്റ്റോ കാര്യങ്ങളോ വരില്ല. ഡിഷ് വാഷറിൻ്റെ താഴെ ഇതുപോലെ ഒരു ഫിൽറ്റർ പോലെ ഒരു സംഭവമുണ്ട്, നമുക്ക് ഊരിയെടുത്ത് വാഷ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് അവിടെ നിന്ന് ഊരിയെടുത്താൽ മതി. നമുക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഊരി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഡിഷ് വാഷറിനും ഓരോ ഡിസൈനാണ്. എങ്ങനെയാണെന്ന് പതുക്കെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുക. എന്നിട്ട് സിമ്പിളായിട്ട് ആ ഫിൽറ്റർ എടുത്തിട്ട് പഴയ ഒരു ടൂത്ത് ബ്രഷോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയണ്ടേ ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഈസി ആയിട്ട് അത് ക്ലീൻ ആയി വന്നോളും. പിന്നെ നമ്മൾ പാത്രങ്ങൾ റിൻസ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് എച്ചിലും കാര്യങ്ങളും വേസ്റ്റോ ഒന്നും ഇല്ലാണ്ട് വെക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒരുപാട് വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ക്ലീൻ ആക്കി കഴിഞ്ഞാലും നമുക്ക് അതേപോലെ തന്നെ ആ പാർട്ട് അതിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഊരിയെടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഫിറ്റ് ആയിരിക്കുകയും ചെയ്തോളും. അതുപോലെ തന്നെ ഡിഷ് വാഷറിൻ്റെ താഴെ ഇങ്ങനെ ഒരു ഭാഗം കൂടിയുണ്ട്. അത് നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ആ ഒരു ഹോളിൽ പിടിച്ചിങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ പാർട്ടിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ പാത്രം കഴുകുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ബ്രഷും കൂടെ വെച്ചിട്ട് ചുമ്മാ ഒന്ന്
ക്ലീൻ ആക്കി കൊടുത്താൽ മതി. അപ്പം നമ്മൾ പാത്രങ്ങൾ റിൻസ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഗാർബേജോ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും അതിനകത്തോട്ട് പോകാത്തത് കൊണ്ട് വൺസ് ഇൻ എ മന്തൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്യാറുള്ളൂ. നമ്മൾ റെഗുലറായിട്ട് ഡിഷ് വാഷർ യൂസ് ചെയ്യുന്നതാണ്, പക്ഷെ അത്രയ്ക്ക് അഴുക്കോ കാര്യങ്ങളോ ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. അപ്പോൾ വൺസ് ഇൻ എ മന്താണ് നമ്മൾ ഇതുപോലെ പാർട്സൊക്കെ ഒന്ന് ഊരിയെടുത്ത് ക്ലീൻ ചെയ്യാറുള്ളത്. അതും ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ആ സ്ലോട്ടിലോട്ട് വെച്ചൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഫിറ്റായി ഇരിക്കുകയും ചെയ്തോളും. നമ്മുടെ ഡിഷ് വാഷറിൻ്റെ ഡിസൈനും പാർട്സും ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ഡിഷ് വാഷർ യൂസിൻ്റെ ഒരു ഫ്രീക്വൻസി ഒക്കെ അനുസരിച്ച് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്തെങ്കിലും ക്ലീൻ ആക്കി എടുക്കുക. ഇനി ഇങ്ങനെ ക്ലീൻ ആക്കാൻ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഡിഷ് വാഷർ ക്ലീനർ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഡിഷ് വാഷർ ക്ലീൻ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനാണ്. ഇങ്ങനെ നമുക്ക് ലിക്വിഡായിട്ടും വാങ്ങിക്കാൻ കിട്ടും, ടാബ്ലറ്റ്സ് ആയിട്ടും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഞാനിപ്പം ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആമസോണിലും കടകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഒരു $7 താഴെയൊക്കെയാണ് വരുന്നത്. ഞാൻ വാങ്ങിച്ചപ്പോൾ $6 സംതിങ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻ ഇതിൻ്റെ ബാക്കിലുണ്ട്. സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു സീൽ അങ്ങ് റിമൂവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ക്യാപ്പിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റിക്കർ ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റിക്കർ മാത്രം നമ്മൾ ഇളക്കിയെടുത്താൽ മതി. അതിൻ്റെ ക്യാപ്പ് തുറന്ന് വെക്കരുത്. അപ്പോൾ സൊല്യൂഷൻ എല്ലാം കൂടെ താഴോട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കർ മാത്രം ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഡിഷ് വാഷറിൻ്റെ ബോട്ടം റാക്കിൽ വേണം വെക്കാൻ. ആ ഒരു ഭാഗത്തെ ഗ്രീസ്, ലൈം സ്കെയില് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ക്ലീൻ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ബോട്ടം റാക്കിൽ വെക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു റെഗുലർ വാഷിൻ്റെ സൈക്കിളിൽ അങ്ങ് ഇടുക ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഡിഷ് വാഷർ ക്ലീൻ ആക്കി കിട്ടും. നല്ല ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇവർ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് വൺസ് ഇൻ എ മന്ത് യൂസ് ചെയ്യാനാണ്. നമ്മളൊരു 3 മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഡിഷ് വാഷർ നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ അതിനകത്ത് ലൈം സ്കെയിലും കാര്യങ്ങളും ഗ്രീസൊക്കെ ആ ഒരു പൈപ്പ് ലൈനിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മുടെ ഡിഷ് വാഷറൊക്കെ ആ ഒരു സൊല്യൂഷൻ ഫുള്ളായിട്ട് യൂസായി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നല്ല ഒരു സൂപ്പർ സ്മെല്ലുമാണ് ഡിഷ് വാഷറിനകത്ത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ പാത്രങ്ങൾ ഇല്ലാതെ എംറ്റി ആയിട്ടുള്ള ഡിഷ് വാഷറിനകത്ത് വേണം ഡിഷ് വാഷർ ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യാൻ. പാത്രങ്ങളെല്ലാം ലോഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അല്ല നമ്മൾ ഈ സൊല്യൂഷൻ വെച്ച് നമ്മുടെ ഡിഷ് വാഷർ ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഡിഷ് വാഷർ എപ്പോഴാണോ നമുക്ക് എംറ്റി ആയിട്ട് കിട്ടുന്നത് അന്നേരം ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഒരു സൈക്കിൾ അങ്ങ് റൺ ചെയ്ത് എടുത്താൽ മതി. നമ്മുടെ ഈ ഒരു ഡിഷ് വാഷർ നല്ല പഴയ ഒരു ഡിഷ് വാഷറാണ്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള കോയിലിൽ കുറച്ച് ലൈം സ്കെയിൽ കണ്ടോ, അത് പോവില്ല, അത് അങ്ങനെ ഇരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഓവറോൾ നമ്മുടെ ഡിഷ് വാഷറിനകത്ത് ബാക്കി എല്ലായിടും ഉണ്ടായിരുന്ന സ്കെയിലും കാര്യങ്ങളും ഒക്കെ മാറി നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യെത്തി ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ചില ഹിഡൻ ഏരിയാസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അവിടുത്തെ സ്കെയിലും ഗ്രീസും ഒക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഈ സൊല്യൂഷൻ തന്നെ വേണം എന്നില്ല, നമുക്ക് ടാബ്ലറ്റ്സും വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഡിഷ് വാഷർ ക്ലീനർ എന്ന്. അപ്പം നമുക്ക് പല ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഡിഷ് വാഷർ സേഫ് ആയിട്ടുള്ള ഒരു ബൗളിനകത്ത് കുറച്ച് വൈറ്റ് വിനീഗർ എടുത്ത് നമ്മുടെ ബോട്ടം റാക്കിൽ വെച്ചിട്ട് ഒരു സൈക്കിൾ ഒന്ന് റൺ ചെയ്താലും നമ്മുടെ ഡിഷ് വാഷർ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. കമ്പനിക്കാർ ഈ സൊല്യൂഷൻ വൺസ് ഇൻ എ മന്ത് ഒക്കെ യൂസ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ റെഗുലർ ക്ലീനിങ് അല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ വൺസ് ഇൻ 3 months 6 months ഒക്കെ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡിഷ് വാഷർ ക്ലീനിങ്. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മൾ ഈ സ്റ്റീൽ പാത്രങ്ങളോ ഒക്കെ യൂസ് ചെയ്യുമ്പം അതിനകത്ത് എന്തെങ്കിലും റബ്ബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ അറ്റാച്ച്മെന്റ് നമ്മൾ ഈ പിടിയുടെ അവിടെയൊക്കെ ഉണ്ടെങ്കിലും അതും സേഫ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഡിഷ് വാഷറിൽ വെക്കാൻ പാടുള്ളൂ. അതുപോലെ കപ്പാണെങ്കിലും ബൗളാണെങ്കിലും വെള്ളം കളക്ട് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്സൈഡ് ഡൗൺ ആയിട്ട്, അതായത് കമഴ്ത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനകത്ത് അഴുക്കും വെള്ളവും എല്ലാം അതിനകത്തൊന്ന് പോയി നല്ല ക്ലീൻ ആയിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ എന്തെങ്കിലും പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉണ്ടെങ്കിൽ കഴിവതും അത് ടോപ്പ് റാക്കിൽ വെക്കുന്നതാണ് മെൽറ്റിംഗ് ഒഴിവാക്കാനായിട്ട് നല്ലത്. ഇതിനകത്ത് നന്നായിട്ട് ചൂട് വരുന്നതാണല്ലോ. അപ്പം അങ്ങനെ മെൽറ്റ് ആവാത്ത സാധനങ്ങൾ താഴത്തെ റാക്കിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഡിഷ് വാഷർ സേഫ് പാത്രങ്ങൾ മാത്രം ഡിഷ് വാഷറിൽ കഴുകുക. അതിന്റെ കറക്റ്റ് ഗ്യാപ്പിൽ പ്രോപ്പറായിട്ട് ലോഡ് ചെയ്താൽ അഴുക്കൊന്നും ഇടയ്ക്ക് സ്റ്റക്ക് ആവാതെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഡിഷ് വാഷർ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, നമ്മുടെ ഡിഷ് വാഷർ വർക്ക് ചെയ്യാത്ത, ഓപ്പറേറ്റ് ചെയ്യാത്ത സമയം. ആ സമയങ്ങളിൽ ഡിഷ് വാഷർ ലോക്ക് ചെയ്ത് അടച്ചു വെക്കാതെ ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചാരി വെച്ചാൽ മതി. അപ്പോൾ ഒരു ചെറിയൊരു എയർ സർക്കുലേഷൻ അതിനകത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ബിൽഡ് ചെയ്യാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തു എന്നാണ് തോന്നുന്നത്. വീഡിയോ ലെങ്തി ആയി പോയിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയതാണ്. പിന്നെ ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിട്ടൊന്നും അല്ലല്ലോ വീഡിയോ ചെയ്യുന്നത്, നമ്മുടെ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. എന്തെങ്കിലുമൊക്കെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. അപ്പം നിങ്ങളെ ബോറടിപ്പിക്കാതെ പറയാനാണ് ശ്രമിച്ചത്. പിന്നെ എൻ്റെ ഒരു സംസാരത്തിൻ്റെ ശൈലി കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ ഇച്ചിരി അങ്ങ് നീണ്ടു പോകുന്നത്. ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റോ പൊട്ടത്തരങ്ങളോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻസിലൂടെ എന്നെ കറക്റ്റ് ചെയ്യുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണല്ലോ പഠിക്കുന്നത്. അപ്പം ഞാൻ ഡിഷ് വാഷർ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം പിന്നെ ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടായിട്ടില്ല.
അത്രയും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കൈവച്ച് കഴുകുന്ന അത്രയും ഒന്നും ഡിഷ് വാഷറിൽ വെച്ച് കഴുകിയാൽ വൃത്തിയാകില്ല എന്ന് തോന്നലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡിഷ് വാഷർ സേഫ് ആയിട്ടുള്ള പാത്രങ്ങളെല്ലാം നല്ല തിളങ്ങി നല്ല ചൂടായി നല്ല കുട്ടപ്പനായിട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ആക്സസ് ഉള്ളവരാണെങ്കിൽ ഒരു കപ്പിൾ ടൈംസ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്കുള്ള അറിവുകളും ഒക്കെ നമ്മുടെ ഈ കമൻറ്റിലൂടെ ഷെയർ ചെയ്യുക. അപ്പം മറ്റുള്ളവർക്കും എനിക്കും ഒക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ അത് വലിയൊരു ഹെൽപ്പായിരിക്കും. പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.